കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുന്ന 10 തെറ്റുകളെ കുറിച്ചാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഫോണിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള 10 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 1, റീസെന്റ് ആപ്പ് കില്ലിംഗ്. സാധാരണ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം ചെയ്യാറുള്ള കാര്യമാണ് നമ്മളുടെ ഫോണിലുള്ള റീസെന്റ് ആപ്സ് നമ്മൾ ക്ലോസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയെന്ന് കരുതുക. ഓപ്പൺ ആക്കുന്ന ആപ്ലിക്കേഷൻ നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ റീസെന്റ് ആപ്ലിക്കേഷനിൽ അത് ഉണ്ടായിരിക്കും. നമ്മൾ അത് ചെയ്യാറുള്ളത് എന്താണ്? ഇതേപോലെ റീസെന്റ് ആപ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ റീസെന്റ് ആപ്സ് റിമൂവ് ചെയ്യുന്നത് ഫോണിൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണെന്ന് കരുതുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേജ് മാനേജർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ റീസെന്റ് ആപ്സിലുണ്ട്. ഞാനതൊന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്നും ഇത് ഓപ്പൺ ആക്കിയാണ്. നോക്കുക, ഈ ആപ്ലിക്കേഷൻ എത്ര പെട്ടെന്നാണ് ഓപ്പൺ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, പേജ് മാനേജർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ റീസെന്റ് ആപ്സിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് എത്ര പെട്ടെന്ന് ഓപ്പൺ ആണെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഞാനിത് റീസെന്റ് ആപ്സിൽ നിന്നും ക്ലോസ് ചെയ്യുകയാണ്. നമ്മളുടെ പേജ് മാനേജർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ റീസെന്റ് ആപ്സിൽ നിന്നും ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരാൻ എടുക്കുന്ന ടൈം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റീസെന്റ് ആപ്സിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ലോഡായി വരാൻ അധികം സമയം എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയി ലഭിക്കും. ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ റീസെന്റ് ആപ്സിൽ നിന്നും ക്ലിയർ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനുകൾ വീണ്ടും ഓപ്പൺ ആയി വരാനായിട്ട് അതിന്റെ എല്ലാ ഫയലുകളും വീണ്ടും റാമിലേക്ക് ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോസസറിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പ്രോസസർ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ചാർജ് കൂടുതൽ ഉപയോഗിക്കും. അങ്ങനെ ബാറ്ററി പെട്ടെന്ന് തീരാനിടയാവും. കൂടുതൽ ആളുകളും കരുതുന്നത് റീസെന്റ് ആപ്സിലുള്ള ആപ്ലിക്കേഷനുകൾ റാം കുറയ്ക്കും എന്നാണ് എല്ലാവരുടെയും ഒരു വിചാരം. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഇറങ്ങുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൺ റാം മാനേജ്മെന്റ് ചെയ്യും. വർക്ക് ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് റാമിൽ നിന്നും റിമൂവ് ചെയ്യാൻ ഫോണിന് തന്നെ സാധിക്കും. നമ്മൾ എപ്പോഴും ഇതേപോലെ റീസെന്റ് ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്യുന്നതാണ്. പോയിന്റ് നമ്പർ 2, ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ. നമ്മുടെ ഫോണിൽ നമ്മൾ സാധാരണയായി ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിലുള്ള ക്യാഷെ മെമ്മറിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ സാധിക്കും എന്ന് കരുതിയാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ വെബ് ബ്രൗസിംഗിനും അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആകാനും മറ്റുമായിട്ട് ചില ഫയലുകൾ ക്യാഷെ മെമ്മറിയിൽ ഓപ്പൺ ആയി തന്നെ കിടക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഫയലുകളും ആവശ്യമില്ലാത്ത ഫയലുകളും എല്ലാം തന്നെ ക്ലോസ് ആവും. അപ്പോൾ ഫോണിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഫയലുകൾ വീണ്ടും ഓപ്പൺ ആക്കാനായി. വെബ് ബ്രൗസിംഗിന് വേണ്ടിയൊക്കെ ചില ക്യാഷെ ഫയലുകളൊക്കെ നമ്മുടെ ഫോണിൽ സേവ് ആവും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഫയലുകളെല്ലാം ക്ലീൻ ആവും. ക്ലീൻ ആകുന്നതിലൂടെ അത് ആദ്യം തൊട്ട് ലോഡായി വേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. പോയിന്റ് നമ്പർ 3, ആന്റിവൈറസ്. പുതിയതായിട്ട് ഒരു ഫോൺ വാങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഫോണിൽ ഏതെങ്കിലും ഒരു ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. എന്നാൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ ആന്റിവൈറസ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്കറിയാം, ഞാൻ ചിലരുടെ ഫോണുകളിൽ കണ്ടിട്ടുണ്ട് ഒന്നിലധികം ആന്റിവൈറസുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ ഓരോ ആന്റിവൈറസും ഓരോ രീതിയിൽ വർക്ക് ചെയ്ത് ഫോണിൽ വൈറസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുന്നതാണ്. നോക്കൂ ഫ്രണ്ട്സ്, ഇതേപോലെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഫ്രീ ആന്റിവൈറസുകൾ ഒന്നും തന്നെ പ്രോപ്പർ ആയിട്ട് അതിന്റെ വർക്ക് ചെയ്യത്തില്ല. നമുക്ക് ഈ ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഈ ആപ്ലിക്കേഷനുകൾ കാഴ്ചവെക്കും. എന്നാൽ നമ്മുടെ ഫോണില് ഒരു രീതിയിലുള്ള സുരക്ഷയും ഇതേപോലെയുള്ള ഫ്രീ ആന്റിവൈറസുകൾ നമുക്ക് നൽകുന്നില്ല. നിങ്ങൾക്ക് ആന്റിവൈറസ് കൂടിയേ തീരുവെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആന്റിവൈറസ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അല്ലാതെ ഒന്നിലധികം ആന്റിവൈറസ് ഒരു കാരണവശാലും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇരിക്കുക. പോയിന്റ് നമ്പർ 4, ഇൻസ്റ്റാളിംഗ് ഫേക്ക് ആപ്സ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ഫേക്ക് ആപ്സ്? ഇപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ലാത്ത ഒരു ഫോണിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ഫോൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു ആപ്പ് വരുവാണെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത് സാധിക്കുമോ എന്ന്. എന്നാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് ആപ്സ് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ലഭിക്കും. ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ലാത്ത ഫോണിൽ നമുക്ക് എങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കാൻ സാധിക്കുക? അപ്പോൾ ഇതേപോലെയുള്ള ഫേക്ക് ആപ്സ് ഒരുപാട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കും. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇരിക്കുക. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഒരുപാട് അഡ്വർടൈസ്മെന്റുകൾ നമ്മുടെ ഫോണിലേക്ക് വരും. അല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. നമ്മുടെ ഫോണിലെ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ആപ്ലിക്കേഷന്റെ ത്രൂ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇതേപോലുള്ള ഫേക്ക് ആപ്സ് നിങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കുക. പോയിന്റ് നമ്പർ 5, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന TV, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നമ്മൾ ഇടയ്ക്ക് ഓഫ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന
ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മൾ ഓഫ് ചെയ്യാറില്ല. ചിലപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒരു പ്രാവശ്യം പോലും നമ്മളുടെ ഫോണുകൾ നമ്മൾ റീബൂട്ട് ചെയ്യാറില്ല. അതിന് കാരണം നമ്മുടെ ഫോണിൽ നിന്ന് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വേണ്ടേ നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ ഫോണിലാണ്. എന്നാൽ അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ നിങ്ങളുടെ ഫോൺ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുക. കാരണം ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പ്രോസസ്സിംഗ് നടക്കും. ഇങ്ങനെയുള്ള പ്രോസസ്സറുകൾ കുറച്ചു നേരത്തേക്കെങ്കിലും നിങ്ങളൊന്ന് ഓഫായി ഫോൺ ഒന്ന് റിലാക്സ് മോഡിലാക്കുക. ഷട്ട് ഡൗൺ ചെയ്യുക. റീബൂട്ട് അല്ല, ഷട്ട് ഡൗൺ തന്നെ ചെയ്യുക. എല്ലാ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സും അതിലൂടെ ഫോണിൽ സ്റ്റോപ്പ് ആകും. അതിനുശേഷം നിങ്ങൾ 10 സെക്കൻഡോ 20 സെക്കൻഡിനോ ശേഷം ഫോൺ വീണ്ടും ഓൺ ആക്കുക. പോയിന്റ് നമ്പർ 6, ആപ്പ് പെർമിഷൻ. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഈ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള പെർമിഷൻസ് ആണ് നമ്മുടെ ഇന്ന് ചോദിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയതായിട്ട് വരുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സെറ്റിംഗ്സിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഫോണിൽ പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ആപ്പ് പെർമിഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ ലൊക്കേഷൻ, ക്യാമറ, കലണ്ടർ, SMS, സ്റ്റോറേജ്, ടെലിഫോൺ തുടങ്ങിയ കാര്യങ്ങളുടെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ ക്യാമറ പെർമിഷൻ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ കാണിച്ചില്ല. നോക്കുക, ഈ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ക്യാമറ പെർമിഷൻ ഇവിടെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ പെർമിഷൻ ചോദിച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ലൊക്കേഷൻ പെർമിഷൻ ഈ ആപ്ലിക്കേഷനുകൾക്ക് കൊടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷനുകളും എല്ലാ പെർമിഷനുകളും കൊടുത്ത് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു. ഫ്ലാഷ് ലൈറ്റ് ഗാലറിയുടെ പെർമിഷൻ ചോദിക്കുന്നു, ക്യാമറയുടെ പെർമിഷൻ ചോദിക്കുന്നു, ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുന്നു. ഫ്ലാഷ് ലൈറ്റിന് നമ്മളുടെ ഫോണിൽ ഇതേപോലെയുള്ള പെർമിഷനുകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അതേപോലെ തന്നെ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനുകൾ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ക്യാമറ പെർമിഷൻ ചോദിക്കും. അതേപോലെ തന്നെ ലൊക്കേഷൻ പെർമിഷൻ. ഈ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ എന്തിനാണ് നമ്മുടെ ഫോണിലെ ക്യാമറ പെർമിഷനും ലൊക്കേഷൻ പെർമിഷനും ഒക്കെ ചോദിക്കുന്നത്? അല്ലെങ്കിൽ ഗാലറിയിലുള്ള ഫോട്ടോസ് അക്സസ് ചെയ്യാനുള്ള പെർമിഷൻ എന്തിനാണ് കാൽക്കുലേറ്ററിന്? ഫോണിൽ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനുകൾ ഏതൊക്കെ രീതിയിലുള്ള പെർമിഷനുകൾ ചോദിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. പോയിന്റ് നമ്പർ 7, ആപ്സ് ഫ്രം അൺനോൺ സോഴ്സ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതിൽ ചില ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്നായിരിക്കും, മറ്റു ചില ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിന് വെളിയിലുള്ള സോഴ്സുകളിൽ നിന്നായിരിക്കും. ഇപ്പോൾ പ്ലേ സ്റ്റോറിന് വെളിയിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഒരുപക്ഷെ നമുക്ക് APK ഫോർമാറ്റിലായിരിക്കും ലഭിക്കുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല APK ഫയലുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണോ ലഭിക്കുന്നത് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. ലഭിക്കുന്ന APK നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ട്രസ്റ്റഡ് അല്ലാത്ത സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഒരു കാരണവശാലും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇരിക്കുക. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, APK ഫയലുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള അൺനോൺ സോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അൺനോൺ സോഴ്സ് എനേബിൾ ചെയ്യും, എന്നാൽ അത് ഡിസേബിൾ ചെയ്യുക എന്നുള്ളത് എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അൺനോൺ സോഴ്സ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഡിസേബിൾ ചെയ്യാനും ഓർക്കുക. നമുക്കറിയാം, ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ പോലും ചില സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഗൂഗിൾ ശരിയാക്കുന്നുമുണ്ട്. ഇപ്പോൾ വാട്സപ്പിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ വാട്സപ്പിന്റെ ഡ്യൂപ്പ് ആപ്ലിക്കേഷനുകൾ ഒരുപാടുണ്ട്. GB വാട്സപ്പ്, OG വാട്സപ്പ് തുടങ്ങിയ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളുടെ APK ഫയൽ നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല ഈ ആപ്ലിക്കേഷൻ ആരാണ് ഉണ്ടാക്കിയത്, അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അവർ എന്തൊക്കെ പെർമിഷൻസ് നമ്മുടെ ഫോണിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഗാലറി പെർമിഷൻ ഒക്കെ നമ്മൾ ഒരു ട്രസ്റ്റഡ് അല്ലാത്ത സോഴ്സിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഗാലറിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ GB വാട്സപ്പും OG വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള പേഴ്സണൽ ഇൻഫർമേഷനുകൾ നഷ്ടപ്പെടാൻ ഇടയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പോയിന്റ് നമ്പർ 8, ബാറ്ററി സേവിംഗ് ആപ്സ്. പ്ലേ സ്റ്റോറിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ബാറ്ററി സേവിംഗ് ആപ്സ് നമുക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്തോ വൈഫൈയോ വല്ലതും ഓൺ ആണെന്നുണ്ടെങ്കിൽ 1 ക്ലിക്കിൽ ബാറ്ററി സേവിംഗ് ആപ്സ് ഈ ഓപ്ഷനുകളെല്ലാം തന്നെ ഡിസേബിൾ ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷന്റെ ആവശ്യം എന്താണ്? നമ്മളുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യാനും വൈഫൈ ഓഫ് ചെയ്യാനുമായിട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷന്റെ ആവശ്യം എന്താണ്? നമുക്ക് മാനുവലി ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാനുവലി നമ്മൾ ചെയ്യാതെ ഏതെങ്കിലും ആപ്ലിക്കേഷനെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എത്തുന്നു. അതിന്റെ കൂടെ തന്നെ കുറെ അഡ്വർടൈസ്മെന്റുകളും നമ്മുടെ ഫോണിൽ എത്തും. അല്ലാതെ പ്രത്യേകിച്ച് ഈ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പോയിന്റ് നമ്പർ 9, സ്പാം മെസ്സേജ്. സ്പാം മെസ്സേജുകൾ ഒരുപാട് നമുക്ക് ജിമെയിലിൽ വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, എല്ലാ സോഷ്യൽ നെറ്റ്വർക്കിലൂടെയും സ്പാം മെസ്സേജുകൾ വരാറുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു മെസ്സേജാണ്, ജിയോ 100 GB ആക്കി ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി 1 GB ലിമിറ്റ് 100 GB ആക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ 3 മാസത്തെ വാലിഡിറ്റി 1 ഇയർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. സാധാരണ ഇത് ഒരുപാട് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ഇത് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ലിങ്ക്
ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ആ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുക, ആ വെബ്സൈറ്റിലെ ലിങ്ക് നമ്മൾ 10 പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ 1 GB ലിമിറ്റ് 2 GB ആകും, അല്ലെങ്കിൽ 5 GB ആകും എന്നൊക്കെ പറഞ്ഞുള്ള വാഗ്ദാനം നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. സാധാരണ നമ്മൾ ചെയ്യാറ് അത് 10 പേർക്ക് ഷെയർ ചെയ്യും. നമ്മൾ സെൻഡ് ചെയ്യുന്ന 10 പേരിൽ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ അവർ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി മറ്റു 10 പേർക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ മെസ്സേജുകളൊക്കെ സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള മെസ്സേജുകൾ നമ്മുടെ ഫോണിൽ ഓപ്പൺ ആക്കാതെ ഇരിക്കുക, ഇങ്ങനെയുള്ള മെസ്സേജുകളുടെ പുറകെ പോകാതെ ഇരിക്കുക. ഇതൊക്കെ സ്പാം മെസ്സേജുകളാണ്, തട്ടിപ്പാണ്. ഒരു രീതിയിലും നമുക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഗുണം ചെയ്യത്തില്ല. പകരം ഒരുപക്ഷെ ഇങ്ങനെയുള്ള മെസ്സേജുകളിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നതിലൂടെ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും രീതിയിലുള്ള മാൽവെയറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോയിന്റ് നമ്പർ 10, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഫോൺ റൂട്ടിംഗ്. പല സുഹൃത്തുക്കളുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് ഫോൺ റൂട്ട് ചെയ്യുന്നതിലൂടെ ഫോണിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ, വിശദമായിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെയുള്ള 11 വീഡിയോകളുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ വീഡിയോകളായി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫോണിനെ കുറിച്ചും റൂട്ടിങ്ങിനെ കുറിച്ചുമുള്ള 11 വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കും. ഓരോ വീഡിയോകൾ കണ്ടു നോക്കുക. അപ്പോൾ റൂട്ടിംഗ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, റൂട്ട് ചെയ്തതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാൻ സാധിക്കുമെന്ന് റൂട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ റൂട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഫോൺ റൂട്ട് ചെയ്യാതെ ഇരിക്കുക. ഫോൺ റൂട്ട് ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന പെർഫോമൻസ് കൂടുകയോ ബാറ്ററി ബാക്കപ്പ് കൂടുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. പകരം ഗുണത്തെക്കാളേറെ എനിക്ക് തോന്നുന്നു ദോഷമേ ഉണ്ടാകത്തുള്ളൂ. എന്റെ കയ്യിൽ ഇപ്പോൾ 2-3 ഫോണുകളുണ്ട്. ഈ 3 ഫോണുകളും റൂട്ടഡ് ഫോണുകളല്ല. അപ്പോൾ ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണുകളാണ്. ബാങ്കിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണുകളാണ് ഇത് രണ്ടും. ഇത് രണ്ടും ഞാൻ റൂട്ട് ചെയ്യാത്തതിന്റെ കാരണം, റൂട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിൽ ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോണുകളൊന്നും റൂട്ട് ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ചെയ്യുന്നതും ഫോണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതുമായിട്ടുള്ള 10 തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം മറക്കാതെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന ഏത് പോയിന്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഏറ്റവും യൂസ്ഫുൾ ആയത്, അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ യെസ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.